ഗുരുവായൂർ അമ്പലനട സിനിമ ഞാൻ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജും ബേസിലും നമ്മളുള്ള ആ ഒരു കോംബോ, ആ ഒരു ഫൺ റൈഡാണ് പടം. മൊത്തത്തിലൊരു ഫൺ റൈഡാണ്. ഫസ്റ്റ് ഹാഫ് ഒരു രീതിയിൽ പോകും, സെക്കൻഡ് ഹാഫിലേക്ക് അതൊരു കച്ചറ ആ രീതിയിൽ പോയിട്ട് ക്ലൈമാക്സിലേക്ക് ഒരു ഗുഡ് എൻഡിങ് ഫാമിലി ഡ്രാമ ആ ഒരു ലെവലിലേക്ക് പോയിട്ട് ഒരു ഫൺ ബ്ലാസ്റ്റ് പടം. അത് ഞാൻ പറയാം, പേഴ്സണലി ഫ്രണ്ട്സിന്റെ കൂടെ കാണാം. ഒരു 4-5 ആൾക്കാർ പോയി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുക നിങ്ങൾ ഫാമിലി ആയിട്ട്, നിങ്ങളെ വീട്ടിൽ ഒരു 5 ആൾക്കാർ, അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ചേച്ചി, ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടി പോയി കാണേണ്ട ഒരു കിട്ടിലും പടം. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക. കാരണം നമ്മളെ ചാനലിൽ പൊതുവെ കാണുന്ന 99% ഓഫ് വ്യൂവേഴ്സ് ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാണ്ട്, മീൻസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽസിന്റെ വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടുക. പടത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പടം കിട്ടും. നിങ്ങൾ ഫാമിലി ആയിട്ട് കാണുക, അതാണ് ഞാൻ പ്രിഫർ ചെയ്യുക. നല്ല കിട്ടിൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ബേസിലിന്റെ ക്യാരക്ടറും പൃഥ്വിരാജിന്റെ ക്യാരക്ടറും രണ്ടും കിട്ടും. എനിക്ക് ബേസിലിന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടാളും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൂടെ അഭിനയിച്ച ആൾക്കാർ ഓരും നല്ല രീതിയിലുള്ള പെർഫോമൻസ്. ഒരു ക്യാരക്ടേഴ്സും എനിക്ക് കുറവ് പറയാൻ തോന്നിയില്ല പെർഫോമൻസ് വൈസ്. എല്ലാവരും നല്ല കിട്ടിലും പെർഫോമൻസ്, ഒരു നല്ലൊരു ഡ്രാമ ആയിട്ടാണ് തോന്നിയത്. ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാവും സെക്കൻഡ് ഹാഫിലേക്കൊക്കെ. എനിക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ കുറ്റങ്ങളൊക്കെ പറയാം, ചെറിയ ആ സ്ക്രീൻ പ്ലേയിലൊക്കെ. പക്ഷെ ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല, കാരണം അത്രയും നല്ലൊരു ഫാമിലി എന്റർടൈനർ മൂവിയാണ്. അപ്പൊ ചെറിയ ചെറിയ കുറവുകൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് കാണുന്ന, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനട. ആ ഒരു കുറച്ച് മുന്നത്തെ പടങ്ങളില്ലേ, 2010 ആ ടൈമിലൊക്കെ വന്ന പടങ്ങൾ, ഒരു കാര്യസ്ഥൻ വൈബൊക്കെ പിടിച്ചിട്ടുള്ള ആ ഒരു വൈബ് ഓഫ് മൂവിയാണിത്. ചില നാച്ചുറൽ കോമഡീസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു വൈബ് ഓഫ് സെറ്റ് പടം. പടം കാണാതെ വേണ്ടി ഡെഫിനറ്റ്ലി കാണാം. എനിക്ക് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് അവർ ചെയ്തത്. ഗുരുവായൂർ ഡയറക്റ്റ് അമ്പലത്തിൽ പോയി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്ലൈമാക്സിലേക്ക്. പക്ഷെ അത് ഞാൻ ഒരു സീനിലും ഫീൽ ചെയ്തില്ല അത് ഗുരുവായൂർ സെറ്റ് ആണെന്നോ അതുവരെ സെറ്റ് ഇട്ട് ചെയ്താണോ എന്ന്. കാരണം തീരെ മനസ്സിലാവില്ല, അത്രയും ക്ലീൻ സെറ്റ് വർക്ക് ആയിരുന്നു. അത് ആര് ചെയ്തോ അവർക്കൊരു ഹെഡ്സ് ഓഫ്. നല്ല വർക്കായിരുന്നു. കാണാത്തവരുണ്ട് ഡെഫിനറ്റ്ലി ഫാമിലിയുള്ള എല്ലാവരും കൂട്ടിക്കൊണ്ടേ കാണാം. ഫ്രണ്ട്സ് ആയിട്ട് പോയാലും പ്രശ്നമൊന്നുമില്ല. കിട്ടുന്ന പടം നല്ല അടിപൊളി ഫൺ എന്റർടൈനർ. എനിക്ക് ബേസിലും പൃഥ്വിരാജും തമ്മിലുള്ള ആ കോംബോ എനിക്ക് നന്നായിട്ട് വർക്കായി. നല്ല കിഡിലും കോംബോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. വേറെ എന്തേ പറഞ്ഞാൽ ഞാൻ സ്പോയിലർ തുപ്പി പോകും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഈ റിവ്യൂ നിർത്താം. ഈ വീഡിയോക്ക് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ ഒരു ബൈ.